السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ ഓരോ ദിനരാത്രികളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു നീങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ്. ഏറ്റവും അഫ്ളലായിട്ടുള്ള ഒരു കുഞ്ഞു സ്വലാത്താണ്. എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ, എല്ലാവരും ജീവിതത്തിൽ നിത്യേന ചൊല്ലുന്ന, ദായിമാക്കുന്ന, എല്ലാവർക്കും അറിയുന്ന ഒരു സ്വലാത്താണ്. ആ സ്വലാത്തിന്റെ മഹത്വം വലിയ മഹത്വമാണ്. വലിയ അത്ഭുതകരമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഒരു സ്വലാത്താണ്. അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങൾ അടങ്ങിയ ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ സ്വലാത്ത് ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ഷരീഫിലേക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി ഹബീബായ തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം സ്വഹാബത്തുൽ കിറാം ഹബീബായ തങ്ങളെ സ്നേഹിച്ചത് നമ്മളെല്ലാം മുൻകഴിഞ്ഞ വീഡിയോയിലൂടെയും മുൻകഴിഞ്ഞ മജ്ലിസിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അവരെ സ്വന്തം ശരീരം കൊടുത്തിട്ടാണ് ഹബീബായ തങ്ങളെ സ്നേഹിച്ചത്. അതിനൊന്നും നമുക്ക് അങ്ങനെ സ്നേഹിക്കേണ്ട അവസരമൊന്നും നമുക്ക് വന്നിട്ടില്ല. നമ്മൾ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? അവിടുത്തെ ആശിഖ് റസൂലാകേണ്ടത് എങ്ങനെയാണ്? അവിടുത്തെ ഇഷ്ക്, അവിടെ ആശിഖാകേണ്ടത് എങ്ങനെയാണ്? അവിടുത്തെ മുഹബ്ബത്ത് കൈപ്പറ്റേണ്ടത് എങ്ങനെയാണ്? അവിടുത്തേക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലിയാണ് അവിടുത്തെ മുഹിബ്ബായി തീരേണ്ടത്. ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലിയിട്ടാണ് അവിടുത്തെ മഹബ്ബത്ത് നമ്മൾ കൈവരിക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ, നിങ്ങൾക്കറിയുന്ന ധാരാളം സ്വലാത്തുകൾ, സ്വലാത്തുൽ ഫാത്തിഹി, സ്വലാത്തുൽ തിബ്ബ്, സ്വലാത്തുൻ നാരിയ, ധാരാളം സ്വലാത്തുകൾ, സ്വലാത്തുൽ ഫാത്തിമിയ, സ്വലാത്തുൽ ഫിർദൗസിയ, ധാരാളം സ്വലാത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദായിമാക്കുന്ന സ്വലാത്തുകൾ നിങ്ങൾ ഇങ്ങനെ പതിവാക്കുക. നമ്മളെ മനസ്സിനും നമ്മളെ നാവിനും ചുണ്ടിനും ഒരു ആനന്ദം പകരാൻ വേണ്ടി ധാരാളം സ്വലാത്തുകൾ ചൊല്ലി 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 അവിടത്തേക്ക് നമ്മൾ അടുത്ത് ചേരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ വെച്ച് ഒരു പവിത്രമാക്കപ്പെട്ട ഒരു സ്വലാത്താണ്. ചെറിയ സ്വലാത്താണ്, എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ഒരു പവിത്രമാക്കപ്പെട്ട, ഒരു ഫളായിലാക്കപ്പെട്ട, ഒരു പുണ്യമാക്കപ്പെട്ട ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന്റെ മഹത്വം എത്രയാണ്? ഒരു സ്വലാത്ത് ചൊല്ലിയതിന്റെ മഹത്വം എത്രയാണ്? നമ്മൾ ഈ സ്വലാത്തുകൾ ഒരു 10 സ്വലാത്ത്, നിങ്ങൾക്കറിയുന്ന
ഒരു 10 സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ധാരാളം ഗുണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ഒരു 10 സ്വലാത്ത് ചൊല്ലിയവൻക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് ആ വലിയ അനുഗ്രഹമാക്കപ്പെട്ട ആ പുണ്യമാക്കപ്പെട്ട ധാരാളം മഹത്വങ്ങളുള്ള ആ സ്വലാത്തിനെയും ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. അല്ലാഹു ചൊല്ലാനും ജീവിതത്തിൽ ദായിമാക്കാനും എന്നിട്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാനും അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കുറച്ച് സ്വലാത്ത് ഒരു 10 സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അവൻക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, അങ്ങയുടെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ഒരു 10 സ്വലാത്ത് അങ്ങയുടെ പേര് ആരെങ്കിലും ചൊല്ലിയാൽ അവനെ ഞാൻ സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ ഞാൻ കടത്തുമെന്ന് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. ആരെങ്കിലും അങ്ങയുടെ പേരിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലിയാൽ ഞാൻ നാളെ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിൽ മിന്നൽ വേഗതയിൽ ഞാൻ അവനെ കടത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുകയാണ്. അപ്പൊ എത്രയാണ് സ്വലാത്തിന്റെ ഒരു മഹത്വം! കഴിഞ്ഞിട്ടില്ല. ഇത് കേട്ട മീകായിൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഹബീബായ തങ്ങളോട് പറയുന്നു, നബിയേ, അങ്ങയുടെ പേരിൽ ആരെങ്കിലും ഒരു 10 സ്വലാത്ത് ചൊല്ലിയാൽ ഞാൻ അവനെ കൊണ്ട് ഹൗദുൽ കൗസറിൽ ഞാൻ കുടിപ്പിക്കും നബിയേ. ഹൗദുൽ കൗസർ എന്ന പാനീയം അവനെ കൊണ്ട് ഞാൻ കുടിപ്പിക്കും നബിയേ എന്ന് മഹാനായ സയ്യിദുനാ മീകായിൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഹബീബായ തങ്ങളോട് പറഞ്ഞു, നബിയേ, അവനെ കൊണ്ട് ഹൗദുൽ കൗസർ എന്ന പാനീയം ഞാൻ കുടിപ്പിക്കും. ഹൗദുൽ കൗസർ എന്ന പാനീയം എന്താണ്? പാലിനേക്കാൾ നിറമാണ്, തേനിനേക്കാൾ മധുരമുള്ള പാനീയമാണ്. അല്ലാഹു നമുക്ക് കുടിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പാനീയമാണ് മീകായിൽ അലൈഹിസ്സലാം ആരെങ്കിലും ഹബീബായ തങ്ങളെ പേരിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലിയാൽ മീകായിൽ അലൈഹിസ്സലാം ആ പാനീയത്തിൽ നിന്ന് അവനെ കുടിപ്പിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മീകായിൽ അലൈഹിസ്സലാം പറയുകയാണ്. നമുക്ക് ചൊല്ലാൻ ഒരു 10 സ്വലാത്ത് ചൊല്ലിയാൽ മതി. ദിവസവും ഒരു 10 സ്വലാത്ത് ചൊല്ലിയവൻക്ക് ഒരു അനുഗ്രഹമാണ്, അവനക്ക് കിട്ടാൻ പോകുന്ന ഒരു അനുഗ്രഹമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വലാത്ത് ചൊല്ലി ഹബീബായ തങ്ങളുടെ ഇഷ്ടം കൈവരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞില്ല. ഇത് കേട്ടിട്ട് മഹാനായ സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, നബിയേ, അങ്ങയുടെ പേരിൽ ആരെങ്കിലും 10 സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ പാപങ്ങൾ ഞാൻ പൊറുപ്പിക്കും. നിരന്തരം തെറ്റുകൾ ചെയ്യുന്ന നമ്മള് ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ പാപം ഞാൻ പൊറുപ്പിക്കുമെന്ന് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുന്നു. ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയാണ്, ഹബീബായ തങ്ങളെ പേരിൽ ആരെങ്കിലും 10 സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ പാപങ്ങൾ ഞാൻ പൊറുപ്പിക്കും. അവന് വേണ്ടി ഞാൻ സുജൂദിൽ കിടക്കും. അവന്റെ പാപം പൊറുക്കാതെ എൻ്റെ ശിരസ് സുജൂദിൽ ഞാൻ പൊക്കില്ല എന്ന് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഹബീബായ തങ്ങളോട് പറയുന്നു. എന്താണ് നമ്മളൊക്കെ നിരന്തരം തെറ്റ് ചെയ്യുന്നവരാണ്. ധാരാളം അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും തെറ്റിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതം, അതിൽ നിന്നൊരു മുക്തി നേടാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിക്കോ
നിങ്ങൾ ചൊല്ലിക്കോ. മുൻകഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം തെറ്റുവന്ന മനുഷ്യനാണോ, എന്നാൽ നിങ്ങൾ ചൊല്ലിക്കോ. ഹബീബായ തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോ. ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ വലിയ ശ്രേഷ്ഠതയാണ്, വലിയ ശ്രേഷ്ഠതയാണ്. കേട്ടിട്ട് അസ്റായിൽ അലൈഹിസ്സലാം വന്ന് പറയുന്നു, നബിയേ ഞാൻ വെറുതെ ഇരിക്കില്ല നബിയേ, അങ്ങയുടെ പേരിൽ ആരെങ്കിലും 10 സ്വലാത്ത് ചൊല്ലിയാൽ ഞാൻ അവന്റെ റൂഹിനെ, അമ്പിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ ഞാൻ പിടിക്കും. എങ്ങനെയാണ് പിടിക്കുന്നത്? നല്ല മനുഷ്യരുടെ, സജ്ജനങ്ങളുടെ റൂഹിനെ എങ്ങനെയാണ് പിടിക്കുന്നത്? വെണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്നത് പോലെ അത്രയും സ്മൂത്തായിട്ട് ഞാൻ പിടിക്കും, അത്രയും ലഘൂകരിച്ച് ഞാൻ പിടിക്കുമെന്ന് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറയുന്നു. അങ്ങനെ ഞാൻ വെണ്ണയിൽ നിന്ന് നൂല് എടുക്കുന്നത് പോലെ അവന്റെ റൂഹിനെ ഞാൻ പിടിക്കും. എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? മരണത്തിന് വല്ലാത്ത വേദനയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ? ഇന്നലിൽ മൗതി സഖറാത്ത്, മരണത്തിന് വലിയ വേദനയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ അവിടുന്ന് ഉണർത്തുകയാണ്. ആ വേദന ലഘൂകരിപ്പിക്കുമെന്ന് മഹാനായ സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം എന്ന് പറയുകയാണ്. നമുക്ക് എന്താണ് പണി? ഒരു 10 സ്വലാത്ത് ചൊല്ലാനാണ് പണി. എന്ത് സമയങ്ങളിൽ നിങ്ങൾക്ക് ചൊല്ലാം. നിങ്ങൾക്ക് ശുദ്ധിയില്ലാത്ത സമയത്ത് സ്വലാത്ത് ചൊല്ലാം, നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് സ്വലാത്ത് ചൊല്ലാം, നിങ്ങൾ വർക്കെടുക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലാം. ആരെങ്കിലും ഞാൻ കാണണം, ആരെങ്കിലും കാണണം ഞാൻ വലിയ സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്, അവനെ ധരിപ്പിക്കണം. എങ്കിലും നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയാൽ കൂലിയാണ്. എപ്പോഴും എങ്ങനെയും സ്വലാത്ത് ചൊല്ലിയാൽ കൂലിയാണ്. മറ്റൊരു വിഭാഗത്തിന് ഇങ്ങനത്തെ ഒരു കൂലി കിട്ടൂല. മറ്റൊരു വിഭാഗത്തിന് ഇങ്ങനെ ഒരാൾ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്താൽ കൂലി കിട്ടൂല. പക്ഷെ സ്വലാത്താകട്ടെ, നിങ്ങൾ എവിടെ നിന്ന് ചൊല്ലിയാലും, ഏത് സാഹചര്യത്തിൽ നിന്ന് ചൊല്ലിയാലും നിങ്ങൾക്കതിനുള്ള പ്രതിഫലമാണ് സ്വലാത്ത്. ആ സ്വലാത്തിനെയാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം കാര്യങ്ങളാണ് ഒരാൾ സ്വലാത്ത് ജീവിതത്തിൽ ദായിമാക്കി, ഒരു 10 സ്വലാത്ത് ദായിമാക്കിയാൽ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ അനുഗ്രഹത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അമലിലേക്ക് കടക്കാം. എന്താണ് ആ പവർഫുൾ ആയിട്ടുള്ള സ്വലാത്ത്? ആ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഒരു 33 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. നമുക്ക് കൂട്ടമായിട്ട് ഈ സയ്യിദിയം മജ്ലിസിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ നമുക്ക് തുടക്കം കുറിക്കാം. ഈ മജ്ലിസിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ വലിയ അനുഗ്രഹമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. വലിയ ഫളായിലുള്ള വലിയ അനുഗ്രഹമുള്ള മജ്ലിസാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയ ഒരു മജ്ലിസാണ്. ഇവിടുത്തെ അമലുകൾ ചെയ്തിട്ട് വലിയ റിസൾട്ട് കിട്ടിയ വലിയ മജ്ലിസാണ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിനായി വന്ന ആളുകൾക്ക് പോലും വലിയ അത്ഭുതമെന്നോണം റിസൾട്ട് കിട്ടിയ വലിയ മജ്ലിസാണ് ഈ സയ്യിദിയ മജ്ലിസ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് ഉപ്പാപ്പ അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ കുത്തുബ് ബാഹസൻ ജമലുൽ ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. അവിടുത്തെ ഇജാസത്ത് പ്രകാരമാണ് ഓരോരോ മജ്ലിസും ഇൻഷാ അല്ലാഹ് ഇവിടെ നടന്നു നീങ്ങുന്നത്. അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള കൺസൾട്ടിംഗ് രീതി. എന്ത് സ്വലാത്താകട്ടെ, എന്ത് ദിക്റാകട്ടെ, ഏത് അമലാകട്ടെ, ഇൻഷാ അല്ലാഹ് ഇവിടെ പറയുന്നത് അവിടുത്തോട് പോയി മഖാമിൽ പോയി സമ്മതം ചോദിച്ചിട്ടാണ്. അല്ലാഹു അവിടുത്തെ ദറജ നീ ഏറ്റി ഉയർത്തണേ അല്ലാഹ്, നീ ഉയർത്തണേ അല്ലാഹ്, നീ ഉയർത്തണേ അല്ലാഹ്.
അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ കാവല് ഞങ്ങളെ ജീവിതത്തിൽ ഉടനീളം നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിനെ നീ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണേ അല്ലാഹ്. ധാരാളം ഉമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര് ഇതിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ നീ തളർത്തല്ലേ അല്ലാഹ്, നീ തളർത്തല്ലേ അല്ലാഹ്. ഉപ്പാപ്പയുടെ കാവല് നൽകണേ അല്ലാഹ്, ഉപ്പാപ്പയുടെ കാവല് നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ അല്ലാഹ് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ്, നീ ഉത്തരം നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ചോദിക്കുന്നതാണ്, ഇനി എന്നാണ് തങ്ങളെ കൺസൾട്ടിംഗ് ഉള്ളത്? അബൂദാബിയിൽ നിന്നൊക്കെ എത്തിയോ? കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, അബൂദാബിയിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഖൈറായി റാഹത്തായി യാത്ര ബുദ്ധിമുട്ടില്ലാതെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നോട്ടമുള്ളത് വീട്ടിൽ കൺസൾട്ടിംഗ് ഉള്ളത് വരുന്ന ശനിയാഴ്ചയാണ്. അതായത് 21-ാം തീയതി റബീഉൽ അവ്വൽ 12 കഴിഞ്ഞ് അടുത്ത ശനിയാഴ്ച 21-ാം തീയതി യാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരേണ്ടത്. ഈ നമ്പറിൽ ബുക്ക് ചെയ്ത് വിളിച്ച് വഴി ചോദിച്ച് അന്വേഷിച്ച് ഇൻഷാ അല്ലാഹ് കാണേണ്ട ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന 21-ാം തീയതി ശനിയാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ നീറുന്ന പ്രയാസമായിട്ട്, വേവലാതിയായിട്ട്, ബുദ്ധിമുട്ടായിട്ട്, സങ്കട കണ്ണീരായിട്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ മരപ്പടിയിലേക്ക് വരുന്ന ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞ്, അല്ലാഹു എന്തു പ്രയാസമാണെങ്കിലും, എന്ത് പ്രതിസന്ധിയാണെങ്കിലും, എന്ത് സങ്കടമാണെങ്കിലും, അല്ലാഹ് എന്ത് മാനസിക പൈശാചികമായ എന്തുപദ്രവമാണെങ്കിലും അല്ലാഹു നീ മാറ്റി സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ഉപ്പാപ്പയുടെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരുടെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. അവർക്ക് സലാമത്ത് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എന്താണ് അമല്, എന്താണ് എന്താണ് ആ പവർഫുൾ ആയിട്ടുള്ള ആ സ്വലാത്ത് എന്താണ്? എല്ലാവരും ചൊല്ലുന്ന സ്വലാത്താണ്, എല്ലാവരും ജീവിതത്തിൽ ദായിമാക്കുന്ന സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു 33 പ്രാവശ്യം ഈ മജ്ലിസിൽ എല്ലാവരും എല്ലാ പണിയൊക്കെ നിർത്തി, ഈ മജ്ലിസ് കാണുന്ന ആളുകൾ എല്ലാ പ്രയാസങ്ങളും എല്ലാ പണിയൊക്കെ നിർത്തി ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി പുണ്യമാക്കപ്പെട്ട മാസത്തിലാണ് നമ്മൾ ഹബീബായ തങ്ങളെ റൗളാ ഷരീഫിലേക്ക് ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് മഹാനായ അവിടുത്തെ പേരക്കിടാവായ ഖുതുബ് ബാഹസൻ ജവലലി പാപ്പയുടെ ആ സമ്മതപ്രകാരം നടന്നു പോകുന്ന ഈ സയ്യിദിയ മജ്ലിസിൽ നിന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലാൻ പോകുന്നത്. ഹബീബായ തങ്ങൾ ഒരിക്കലും ഇത് സ്വീകരിക്കാതിരിക്കൂല, ഒരിക്കലും സ്വീകരിക്കാതിരിക്കൂല. ഹബീബായ തങ്ങളെ റൗളാ ഷരീഫിലേക്ക് ഈ സ്വലാത്ത് എത്തുക തന്നെ ചെയ്യും. അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അല്ലാഹുവേ നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ തമ്പുരാനെ. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പടച്ച റബ്ബ് പറഞ്ഞത് എന്താണ്? ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഞാനും എൻ്റെ മലായികത്തുകളും ഹബീബായ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നു. അതുകൊണ്ട് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങളും സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അപ്പം നമ്മക്കും ധാരാളം സ്വലാത്തുകൾ ചെല്ലേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 33 പ്രാവശ്യം സ്വലാത്തുൽ ഫിർദൗസ്, ഇതാണ് സ്വലാത്ത്. വലിയ അത്ഭുതകരമായ സ്വലാത്ത് എന്നൊക്കെ പറയുമ്പോൾ വലിയ സ്വലാത്തായിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ചെറിയ സ്വലാത്താണ്, എല്ലാവരും ചൊല്ലുന്ന സ്വലാത്താണ്. ഒരു 33 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. എല്ലാവരും ഏറ്റു ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സ്വലാത്ത്.
ഇതാണ് സ്വലാത്ത്, ഇതാണ് സ്വലാത്ത്. എല്ലാവർക്കും അറിയുന്ന, എല്ലാവർക്കും സാധാരണയായിട്ട് എല്ലാവരും ചൊല്ലുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫിർദൗസിയ. ഈ സ്വലാത്ത് എങ്ങാനും ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. അല്ലാതെ ഈ സ്വലാത്തുൽ ഫിർദൗസിയ ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്താണ് ഗുണം? നിങ്ങളുടെ സ്വർഗം നരകം നിങ്ങളിൽ നിന്ന് വിദൂരമാകും. ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നരകം വിദൂരമാകും. വീണ്ടും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നരകം വീണ്ടും വിദൂരമാകും, ഒരു വർഷം വിദൂരമാകും. അങ്ങനെ ധാരാളം ഈ സ്വലാത്തുകൾ ചൊല്ലി 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 നരകം ഇങ്ങനെ വിദൂരമായി സ്വർഗം ഇങ്ങനെ അടുത്തു വരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം. ഹദീസിന്റെ കിതാബുകളിൽ ഈ സ്വലാത്തിനെ പറ്റി പറഞ്ഞ മഹത്വങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നരകം ഈ സ്വലാത്തുൽ ഫിർദൗസി ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ നരകം അവനിൽ നിന്ന് വലിയതായിട്ട് വിദൂരമാകും, സ്വർഗം ഇങ്ങനെ അടുത്തു വരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാനും സാധ്യമാകും. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊല്ലാനും ജീവിതത്തിൽ ദായിമാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം കൂട്ടമായിട്ട് ഒരു 33 പ്രാവശ്യം, കൂടുതലൊന്നുമില്ല, ഒരു 33 പ്രാവശ്യം ഇൻഷാ അല്ലാഹ്. ചൊല്ലൂല എല്ലാവരും ഏറ്റു ചൊല്ലി ആത്മാർത്ഥമായിട്ട് നമ്മളെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, നമ്മളെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ധാരാളം ആളുകൾ പറയുന്നതാണ്, ഉസ്താദെ തങ്ങളെ ടെൻഷനാണ്, വലിയ പ്രയാസങ്ങൾ ആലോചിച്ചിട്ട്, വലിയ ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ട് ജീവിതത്തിൽ വലിയ ഫിക്കറായി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, ഒരു ദിവസം പോലും മനസ്സമാധാനമില്ല. തങ്ങളെ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. കടം കൊണ്ട് പ്രയാസപ്പെട്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോയി. തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി മനസ്സിന് റാഹത്തൊരു കുളിർമ നൽകാൻ സ്വലാത്തിനും വലിയൊരു അമല്, ഒരു ഇബാദത്തില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ സ്വലാത്ത് ചൊല്ല് 5 നേരം നമസ്കരിച്ചിട്ട് ഫർള് നിസ്കാരം എടുത്ത് സുന്നത്ത് നിസ്കാരം എടുത്ത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലി എല്ലാ ദിക്റുകളും കഴിഞ്ഞ് നിങ്ങൾ സ്വലാത്ത് ചൊല്ലി മനസ്സിനൊരു കുളിർമ നൽകും. അല്ലാഹു മനസ്സിനൊരു കുളിർമ ഉണ്ടാക്കും. ഞാൻ മുന്നേ പറഞ്ഞത് ഇതിനും വലിയ ഇബാദത്തില്ല എന്ന് പറഞ്ഞത്, നമുക്ക് നിസ്കാരം നമുക്ക് ഫർളാണ്. ആ ഫർള് എടുക്കാതെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിനെ നിങ്ങൾ മാറ്റി തിരുത്തരുത്. കാരണം ഉസ്താദ് പറഞ്ഞല്ലോ ഇതിനും വലിയൊരു ഇബാദത്തില്ല എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണ്? നിസ്കാരം അതെടുക്കാതെ സ്വലാത്ത് ചൊല്ലിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പൊ ഫർള് നിസ്കാരം ഞങ്ങൾ എപ്പോഴും പറയുന്നത്, ഓരോരോ അമലുകൾ സ്വീകരിക്കുമ്പോഴും ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ് വരുന്ന ആളുകളോട് ഞാൻ പറയുന്നത് എന്താണ്? നിങ്ങൾ 10 ഐക്കല്ലും 100 ഐക്കല്ലും ശരീരത്തിൽ കെട്ടിയിട്ടും ഭൂമി മുഴുവനും നിങ്ങൾ തകിട് കൊണ്ട് പോയി കുഴിച്ചിട്ടിട്ടും കാര്യമില്ല, നിങ്ങളെ മനസ്സമാധാനം കിട്ടൂല. ഉള്ള തങ്ങന്മാരെടുത്തും ഉള്ള ഉസ്താദുമാരെടുത്ത് നടന്നിട്ടൊന്നും കാര്യമില്ല. നിസ്കാരം 5 വഖത്ത് നിസ്കാരം നിങ്ങൾ പായാക്കുന്ന ആളാണോ, നഷ്ടപ്പെടുത്തുന്ന ആളാണോ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കളാക്കുന്ന ആളാണോ, നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ട് ഒരു പുണ്യവും ഒരു കാര്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കിയിട്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലണ്ട, ആരും ചൊല്ലണ്ട. അതുകൊണ്ട് എല്ലാ ഫർള് നിസ്കാരങ്ങളും നിർവഹിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സ്വലാത്ത് ചൊല്ലി, ഈ സ്വലാത്തുൽ ഫിർദൗസിയ ചൊല്ലി നോക്ക്. നിങ്ങൾ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകും. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു
عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്തിനെയാണ് സ്വലാത്തുൽ ഫിർദൗസിയ ഈ സ്വലാത്തിനെയാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദായിമാക്കേണ്ടത് ഇൻഷാ അല്ലാഹ് ഒരു 33 പ്രാവശ്യം എന്നും ഇൻഷാ അല്ലാഹ് ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ നിങ്ങൾ ചൊല്ലണം നിങ്ങൾ ജീവിതത്തിൽ ദായിമാക്കണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ധാരാളം ഫളായിലുള്ള ധാരാളം അനുഗ്രഹങ്ങളുള്ള വലിയ അത്ഭുതങ്ങളുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫിർദൗസിയ ഈ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് നരകം വിദൂരമാകുകയും സ്വർഗം ഇങ്ങനെ അടുത്തു വരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഹദീസിന്റെ കിതാബിലെല്ലാം കാണാം ഈ ഹദീസ് ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്തിന്റെ മഹത്വം നമുക്ക് കാണാം അല്ലാഹു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ജീവിതത്തിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ തങ്ങളെ റൗള ഷരീഫിലേക്ക് നമ്മൾ ഹദിയായിട്ട് അവിടത്തേക്ക് എത്തിക്കണം നമ്മളെ സ്വലാത്ത് നമ്മൾ ചൊല്ലിയ സ്വലാത്ത് മുൻകഴിഞ്ഞ മജ്ലിസുകൾ നമ്മൾ പറഞ്ഞു പോയില്ലേ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം
ഹബീബായ തങ്ങളെ സ്നേഹിച്ചത്. ശരീരം കൊടുത്തിട്ടാണ് ഞങ്ങളെ ശരീരം ഞങ്ങൾക്ക് വേണ്ട. ഹബീബായ തങ്ങളെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ സ്വഹാബത്തുൽ കിറാം അവർ സ്നേഹിച്ചതുപോലെ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതുപോലെ ഇൻഷാ അല്ലാഹ് നമുക്കും സ്നേഹിക്കണം. നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? എങ്ങനെയാണ് ഹബീബായ തങ്ങളെ സ്നേഹിക്കേണ്ടത്? ഇതുപോലുള്ള ധാരാളം സ്വലാത്തുകൾ ചൊല്ലി 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 ഇൻഷാ അല്ലാഹ് ഈ പുണ്യമാക്കപ്പെട്ട മാസം, പവിത്രമാക്കപ്പെട്ട മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനുള്ള ഭാഗ്യം അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ധാരാളം മൗലൂദുകൾ ഹബീബായ തങ്ങളെ പേരിൽ, മങ്കൂസ് മൗലൂദ്, ഷറഫുൽ അലാം മൗലൂദ്, അങ്ങനെ ധാരാളം മൗലിദുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. നമ്മൾ പാരായണം, വീടുകളിൽ പാരായണം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വലിയ നേട്ടമാണ് നമ്മളെ വീടുകളിൽ ഉണ്ടാകുക. ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ, ബലാഅകൾ ഉണ്ടാകുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തതാണ്, നിങ്ങൾ വീട്ടിൽ മൻകൂസ് മൗലൂദ് ഓതിക്കോ, ഷറഫുൽ അലാം മൗലൂദ് ഓതിക്കോ. ഇൻഷാ അല്ലാഹ് ധാരാളം പ്രയാസങ്ങൾ, മുൻകഴിഞ്ഞ ആളുകളെ പ്രയാസങ്ങൾ മാറി. ഇത്രയും കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ അവർ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇഷ്ടം വെച്ചു, അവിടുത്തെ ആശിക്കീങ്ങളായി മാറി. അതുകൊണ്ടാണ് അവർക്ക് പ്രയാസങ്ങളില്ല, അവർക്ക് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടില്ല, ഇടങ്ങേറുകൾ അവൾ ഫേസ് ചെയ്തിട്ടില്ല. കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളുമാണ്, വലിയ പ്രതിസന്ധിയാണ് നമ്മളെ തേടി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചൊല്ലണേ, നിങ്ങൾ ചൊല്ലണേ, നിങ്ങൾ ചൊല്ലണേ. ധാരാളം മൗലിദുകളും ധാരാളം സ്വലാത്തുകളും ഹബീബായ തങ്ങളെ റൗള ഷരീഫിലേക്ക് നമുക്ക് എത്തിക്കണം. എന്നിട്ട് നമുക്ക് മനാമിൽ ഹബീബായ തങ്ങളെ പൂമേനിയൊന്ന് നമുക്ക് കാണണം. ആരാണ് കാണാൻ കൊതിക്കാത്തത്? എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, എല്ലാവരും കാണാൻ കൊതിക്കുന്ന ആളുകളാണ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളെ മൗത്താക്കുന്നതിന് മുന്നേ ഹബീബായ തങ്ങളെ മനാമിൽ ഞങ്ങൾക്കൊന്ന് കാണണം, അവിടുത്തെ പൂമേനിയൊന്ന് ഞങ്ങൾക്ക് മനാമിൽ കാണണം. അല്ലാഹ് ഞങ്ങളെ സ്വലാത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ 33 സ്വലാത്തുകൾ, ധാരാളം സ്വലാത്തുകളുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയ സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, എല്ലാ സ്വലാത്തുകളെയും ഹബീബായ തങ്ങളെ റൗള ഷരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. പാപം പതിഞ്ഞ പാദം മതാഫിലെന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് അല്ലാഹുവേ അല്ലാഹുവേ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. റൗള ഷരീഫിലേക്ക് ഒന്ന് ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ അടുത്ത് സമ്പത്തില്ല അല്ലാഹ്, അവിടമിൽ പോയി സലാം പറയാൻ, ഉംറ നിർവഹിക്കാൻ, അല്ലാഹുവേ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് പണമില്ല തമ്പുരാനെ. ഞങ്ങളെടുത്തുള്ളത് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ മാത്രമാണ്. ലക്ഷക്കണക്കിന് സ്വലാത്തുണ്ട് ഞങ്ങൾ ചൊല്ലിയ, കോടിക്കണക്കിന് സ്വലാത്തുണ്ട് അല്ലാഹ്. അത് മാത്രമല്ല ഞങ്ങളെടുത്ത് ഒന്നുമില്ല തമ്പുരാനെ. അല്ലാഹ് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൂമേനി ഒന്ന് വനാമിലൊന്ന് കാണാൻ ഏറ്റവും ഹുദവി നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ, പ്രതിസന്ധികളല്ലോ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടല്ലോ നീ മാറ്റി നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാഹ്, രക്ഷ നൽകണേ തമ്പുരാനെ. ഇരു വീട്ടിലുമല്ലോ ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാഹ്, നീ രക്ഷ നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ആളുകളുണ്ട്, ഫോൺ വിളിച്ച് ദുആ വസിയത്തുകൾ അറിയിക്കുന്ന ആളുകളുണ്ട്, വാട്സപ്പ് മെസ്സേജുകൾ അയക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അവരെ സകലമാന മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ
ചൊല്ലിയ സ്വലാത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നിന്റെ ഖലായിലെങ്ങാനും അല്ലാഹുവേ അതിന്റെ അണു ഞങ്ങളെ ശരീരത്തിൽ മുട്ടിട്ട് മുളക്കുന്നുണ്ടെങ്കിൽ അല്ലാ ഈ സാഅത്ത് മുതൽ അല്ലാ ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നീ കരിയിച്ച് കളയണേ അല്ലാ, നീ കരിയിച്ച് കളയണേ അല്ലാ. ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നീ കരിയിച്ച് കളയണേ അല്ലാ, നീ കരിയിച്ച് കളയണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ദുനിയാവിലുള്ള ആളുകൾ മുഴുവൻ ഞങ്ങളെ വെറുത്താലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല തമ്പുരാനെ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ. ദുനിയാവിലുള്ള ആളുകൾ മുഴുവനും ഞങ്ങളെ ഇഷ്ടം വെച്ച് നീ ഒരാൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലാ, പ്രയാസമാണ് അല്ലാ. അത്തരം അവസ്ഥ ഉണ്ടാക്കല്ലേ അല്ലാ. അല്ലാ നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ സയ്യിദിയ മജ്ലിസിനെ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാ, ഉയർത്തണേ അല്ലാ. ഇതിനെ ഇഷ്ടം വെക്കുന്ന ധാരാളം ഉമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര്, അല്ലാ ചെറുപ്പക്കാര്, അല്ലാ ഇതിനെ ഇഷ്ടം വെക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ പല ദിക്കുകളിൽ നിന്ന് വിളിച്ച് അറിയിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ അവരെ നീ കാത്തോളണേ അല്ലാ. ഈ മജ്ലിസിന്റെ കാവൽ അവർക്ക് നീ നൽകണേ അല്ലാ. ഉപ്പാപ്പയുടെ കാവൽ അവർക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. അവരെ കാത്തോളണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല തമ്പുരാനെ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.